മാധ്യമങ്ങളിൽ ചെറുതും വലുതുമായി ഈ വാർത്ത വന്നിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ ഹെഡ്ലൈൻ ന്യൂസായി ദൃശ്യമാധ്യമങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ വാർത്ത കണ്ടിട്ടേയില്ല എന്ന നിലപാടിലാണ്. വാർത്ത മറ്റൊന്നുമല്ല, AKG സെന്ററിനെതിരെയുള്ള ബോംബാക്രമണമാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: AKG സെന്റർ ബോംബാക്രമണം, മുഖ്യ ആസൂത്രകൻ അറസ്റ്റിൽ. ഈ രൂപത്തിലല്ലെങ്കിൽ പല രൂപത്തിൽ ചെറിയ തോതിലെങ്കിലും മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട്. അതിൽ ഒരു മാധ്യമം പറയുന്നത് ഇങ്ങനെയാണ്: CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിന് നേരെ ബോംബെറിഞ്ഞ കേസിലെ മുഖ്യ ആസൂത്രകൻ അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടിരംകുളം സ്വദേശി സുഹൈൽ ഷാജഹാനാണ് ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിലായത്. KPCC പ്രസിഡന്റ് K സുധാകരന്റെ അടുത്ത അനുയായിയാണ്. 2 വർഷമായി വിദേശത്ത് ഒളിവിലായിരുന്നു. ക്രൈംബ്രാഞ്ച് DYSP ജലീൽ തോട്ടത്തിലിന്റെ നേതൃത്വത്തിൽ പ്രതിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിൽ 2ാം പ്രതിയാണ് സുഹൈൽ. സ്കൂട്ടറിൽ വന്ന് ബോംബെറിഞ്ഞ യൂത്ത് കോൺഗ്രസ് ആറ്റിപ്ര മണ്ഡലം പ്രസിഡന്റ് മൺവിള സ്വദേശി ജിതിൻ V കുളത്തുപുഴയാണ് 1ാം പ്രതി. സ്കൂട്ടർ ഉടമയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുബീഷ്, ജിതിനെ സ്ഥലത്തെത്തിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് T നവ്യ എന്നിവരാണ് മറ്റു പ്രതികൾ. സംഭവത്തിന് ശേഷം ലണ്ടനിലേക്ക് കടന്ന സുഹൈൽ 2 ആഴ്ച മുമ്പ് കാഠ്മണ്ഡു വഴി ഇന്ത്യയിൽ തിരിച്ചെത്തി. കാഠ്മണ്ഡു വഴി തിരിച്ചുപോകാൻ തിങ്കൾ വൈകിട്ട് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അധികൃതർ തടഞ്ഞുവെച്ച് കേരള പോലീസിനെ അറിയിക്കുകയായിരുന്നു. AKG സെന്ററിന് നേരെ 2022 ജൂൺ 30 രാത്രി 11:20 ബോംബെറിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ പോകുന്നു. നമുക്ക് ഓർമ്മയുണ്ടാകും ഈ സംഭവം. അത്ര പെട്ടെന്ന് മറന്നുപോകാൻ കഴിയില്ല. കാരണം AKG സെന്ററിന്റെ മതിലിന് ആണ് ബോംബ് പതിച്ചത്, രാത്രിയാണ് ബോംബെറിഞ്ഞത്. വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവമായിരുന്നു. അവസാനം കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു, കണ്ടുകിട്ടിയോ എന്ന പേരിൽ. കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം ഏറ്റുപിടിച്ചുകൊണ്ടാണ് കണ്ടുകിട്ടിയോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ നമ്മുടെ മാധ്യമങ്ങൾ നടത്തിയത്. എത്രയോ ദിവസം അന്ത്യചർച്ച നടത്തിയിരുന്നു. ആ അന്ത്യചർച്ചയുടെയെല്ലാം ഒരേ ഒരു ലക്ഷ്യം ഈ ബോംബ് എറിഞ്ഞത് CPIM പ്രവർത്തകർ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാനാണ്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി CPIM പ്രവർത്തകർ തന്നെ ചെയ്ത കാര്യമാണ് എന്ന്. അതിനൊരു നേതാവിൻ്റെ, CPIMന്റെ നേതാവിൻ്റെ പേര് പോലും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തകൾ ചമച്ചുകൊണ്ടിരുന്നത്. ദിനംപ്രതി ഇവിടെ അന്ത്യചർച്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ പ്രധാന ആസൂത്രകൻ പിടിയിലായിരിക്കുന്നു. ആ ആസൂത്രകൻ പിടിയിലാകുമ്പോൾ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ആരാണ് ഇദ്ദേഹം? ഈ സുഹൈൽ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തി ആർക്കൊപ്പമാണ് ഇത്രയും കാലം സഞ്ചരിച്ചത്? എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത്? ഒളിവിൽ കഴിയാൻ ഇദ്ദേഹത്തെ സഹായിച്ചത് ആരാണ്? ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം ആരെയൊക്കെ കണ്ടിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു? ഇതൊക്കെ ഈ സുഹൈൽ ഷാജഹാനെ ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് ചർച്ച നടത്തേണ്ടതാണ്. സുഹൈൽ ഷാജഹാൻ പോയ വഴി, വന്ന വഴി, സംസാരിച്ചത് ആരോടൊക്കെ, എവിടെ കണ്ടു, എങ്ങനെ കണ്ടു എന്നൊക്കെയുള്ള ചർച്ചകൾ നടത്തേണ്ടതാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യും എന്ന് പ്രതീക്ഷിക്കേണ്ട. ഇത് കോൺഗ്രസിന് എതിരെയാവും, K സുധാകരന് എതിരെയാകും. അതുകൊണ്ട് വലിയ ചർച്ചയൊന്നും നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷയേ വേണ്ട. അത്തരമൊരു ചർച്ച നടക്കാനേ സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷേ സുഹൈൽ ഷാജഹാനെ കുറിച്ച് EP ജയരാജൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതും വളരെ പ്രധാനമുള്ളതാണ്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ആ ബോംബാക്രമണം ആസൂത്രിതമാണ് എന്ന് വ്യക്തമായി. ആ കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിച്ചു. അതിൻ്റെ പ്രധാന ആസൂത്രകനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ, ആ സുഹൈൽ ഷാജഹാൻ ആ കേസിൽ പ്രധാന പ്രതിയാണ്, ആസൂത്രകനാണ്. ആ സുഹൈൽ ഷാജഹാൻ ഈ കേസ് വന്നപ്പോൾ ഇന്ത്യ വിട്ടു. കഴിഞ്ഞ 2 വർഷക്കാലം വിദേശത്തൊക്കെയായിരുന്നു. അങ്ങനെ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നത് ഏത് വഴിക്കാണെന്നുള്ളത് ഇപ്പോഴും പലതരത്തിലുള്ള സംശയങ്ങളും ഉയർത്തുന്നുണ്ട്. ഏതായാലും നേപ്പാളിലെത്തി. നേപ്പാളിൽ നിന്ന് കാഠ്മണ്ഡു വഴി ഡൽഹിയിൽ വന്ന് തിരിച്ച് കാഠ്മണ്ഡുവിലേക്ക് പോകാൻ ഡൽഹിയിലെത്തിയപ്പോഴാണ് ഡൽഹി പോലീസ് സുഹൈൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. കേരള പോലീസിന് വിവരം നൽകി. സുഹൈൽ ഷാജഹാനെ കേസ് FIR ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ
പോലീസ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ലുക്ക് ഓഫ് നോട്ടീസ് കൊടുത്തിട്ടുള്ള ഒരു പ്രതിയാണ് സുഹൈൽ ഷാജഹാൻ. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ പത്രങ്ങളിലും ടെലിവിഷനിലുമൊക്കെ ഈ പടം വന്നപ്പോഴാണ് ആ സുഹൈൽ ഷാജഹാൻ മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ ഇൻഡിഗോ വിമാനത്തിൽ ഉണ്ടായ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മുഖ്യമന്ത്രിക്ക് നേരെ ചാടി ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ വിമാനത്തിനകത്ത് അവരെ പ്രതിരോധിച്ചു. ആക്രമിക്കാൻ അവർ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അന്ന് ഞങ്ങളുടെ തൊട്ട വലതുഭാഗത്ത് സീറ്റിൽ ഇരുന്നിരുന്നത് ഈ സുഹൈൽ ഷാജഹാനാണ്. ഈ ഷാജഹാന്റെ പടം ഇപ്പോൾ പത്രങ്ങളിൽ വന്നപ്പോഴാണ് ആ സംഭവത്തിൻ്റെ ആസൂത്രകനും ഈ സുഹൈൽ ഷാജഹാനാണ്. സുധാകരൻ്റെ KPCC പ്രസിഡന്റിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ സുഹൈൽ ഷാജഹാൻ. അവൻ കണ്ണൂരിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വിമാനത്തിൽ കയറിയത്. ചിറ്റാരിപ്പറമ്പിലോ മറ്റോ ആണ് അവൻ്റെ ഭാര്യാഗൃഹം. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് അക്രമം സംഘടിപ്പിക്കുക, വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക, AKG സെന്ററിന് നേരെ ബോംബാക്രമണം നടത്തുക, ഇതെല്ലാം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് സുധാകരൻ. സുധാകരൻ ഈ ആക്രമണം നടത്തുന്ന AKG സെന്ററിന് നേരെ ആക്രമണം നടത്തുന്നതിന് പല ഉദ്ദേശങ്ങളുമുണ്ട്. അതിലൊന്ന് സംഘർഷമുണ്ടാക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും വേണമെങ്കിൽ മറ്റു പലരെയും സംശയിക്കാം. അങ്ങനെ വരുമ്പോൾ CPM-ഉമായിട്ട് അത്തരക്കാരുമായിട്ട് സംഘർഷമുണ്ടാകും. ആ സംഘർഷങ്ങളെ മുതലെടുക്കാനുള്ള ആസൂത്രിതമായ ഒരു പദ്ധതി കൂടിയാണ് സുധാകരൻ പ്ലാൻ ചെയ്തത്. ആ പദ്ധതിയിലെ പ്രധാന പ്രതിയെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് വിമാനത്തിൽ മുഖ്യമന്ത്രി ആക്രമിക്കാനുള്ള സംഘം സഞ്ചരിച്ചപ്പോൾ ഈ സുഹൈൽ ഷാജഹാൻ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു മൂലയിലിരുന്ന് വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അതിവേഗത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. EP ജയരാജൻ പറയുന്നത് ഈ സുഹൈൽ ഷാജഹാൻ മറ്റൊരു കേസിൽ എന്ന് വെച്ചാൽ EP ജയരാജൻ പറഞ്ഞ കേസ് അത് മറ്റൊന്നുമല്ല, എല്ലാവർക്കും മനസ്സിലായി കാണും. മുഖ്യമന്ത്രി വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നു, കരിങ്കൊടി പ്രതിഷേധം മുദ്രാവാക്യം വിളിക്കുന്നു, മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് നീങ്ങുന്നു. അപ്പോൾ EP ജയരാജൻ അവരെ തള്ളി താഴെയിടുന്നു. പിണറായി വിജയന്റെ അംഗരക്ഷകർ അവരെ പിടികൂടുന്നു, അവരെ മർദ്ദിക്കുന്നു തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാകും. അന്ന് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു ഈ സുഹൈൽ ഷാജഹാൻ. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനുള്ള ഈ പരിപാടി അത് കോൺഗ്രസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രതിഷേധമാണ്, അത് മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രതിഷേധമാണ്. എന്നാൽ പിണറായിയുടെയും CPM-ന്റെയും ഭാഷയിൽ അത് കടന്നാക്രമണമാണ്. മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ ഏറ്റവും വലിയ കടന്നാക്രമണം അത് വിമാനത്തിൽ നിന്നുകൂടിയാണ് എന്നോർക്കണം. എന്ന് വെച്ചാൽ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പരിപാടി. അതിന് ആരാണ് നേതൃത്വം കൊടുത്തത്? ഇതേ സുഹൈൽ ഷാജഹാൻ. അന്ന് ആ വിമാനത്തിൽ ഈ സുഹൈൽ ഷാജഹാനും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആരാണ് ഇത് പ്ലാൻ ചെയ്തത്, ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിറകിലുള്ളത്, ആരാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. എന്ന് വെച്ചാൽ AKG സെന്ററിനെതിരെ ബോംബെറിഞ്ഞ കേസിലെ പ്രധാന സൂത്രധാരൻ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ച അതേ സംഭവത്തിലെ സൂത്രധാരൻ ഇതാ ഒന്നിച്ച് പിടിയിലായിരിക്കുന്നു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിൽ അത് ഒരു കോളം വാർത്തയാകും, അതല്ലെങ്കിൽ ഒരു ഹെഡ്ലൈനായി ചുരുങ്ങും, അതല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ന്യൂസായി അവസാനിക്കും. അതാണ് അവസ്ഥ. നേരെ തിരിച്ച് ഇത് മറ്റൊരു രൂപത്തിൽ മറ്റൊരു സ്ഥലത്താണ് സംഭവിച്ചിരുന്നു എങ്കിൽ എത്രയോ ദിവസം ചർച്ച നടത്തിയേനെ നമ്മുടെ മാധ്യമങ്ങൾ. പക്ഷേ ഇത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് നമ്മുടെ മാധ്യമങ്ങൾ ഒരു പ്രിവിലേജ് നൽകുന്നുണ്ട്. അതിൻ്റെ സംരക്ഷണയിലാണ് അവർ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പരമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. മാധ്യമങ്ങളിൽ നിന്ന് ക്രിമിനൽ ആക്ടിവിറ്റി നടത്താൻ അറിയുന്ന ആളുടെ കീഴിൽ പരിശീലനം നേടിയ
കൃത്യമായി ആസൂത്രണം ചെയ്യുന്ന വ്യക്തിയെ പിടികൂടിയിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ ഇരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു നല്ല നമസ്കാരം കൊടുക്കാം.